അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. മാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. സദഖല്ലാഹു മൗലാനൽ അലീം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ഓരോ ദിവസത്തിലും ചെയ്തു തരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണിയാൽ അത് കണക്കാക്കാൻ കഴിയില്ല. വൈൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തഹ്സുഹ. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയില്ല. എത്രയാണ് അനുഗ്രഹം കിട്ടിയത് എന്ന് എണ്ണി എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു നമ്മൾ തമ്മിലുള്ള എത്രയോ വ്യത്യാസങ്ങൾ, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളോ ഈ ലഭിക്കുന്ന അനുഗ്രഹത്തിന് നമുക്ക് തിരിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ഒരവസ്ഥ, എന്നാൽ നമുക്ക് ചിലപ്പോഴൊക്കെ അള്ളാഹു ചില പ്രയാസങ്ങൾ തരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരവസ്ഥ, ഈ രണ്ടവസ്ഥയിലും അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹു നല്ലോണം അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുകയാണ്. രണ്ടാമത്, അള്ളാഹു താല കുടുസായ ജീവിതം കൊടുത്തു പരീക്ഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ രണ്ടും നമ്മളുടെ ജയപരാജയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ദുനിയാവിലെ പരീക്ഷണങ്ങളാണ് പറയുന്നത്. ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് അള്ളാഹു കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുത്തതാണോ? അല്ല, ഒരിക്കലും അല്ല. ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തില്ല, എപ്പോഴും പ്രയാസങ്ങൾ, വിഷമങ്ങൾ, എന്നാൽ അള്ളാഹു താല അദ്ദേഹത്തെ നിന്ദിച്ചതാണോ? അല്ല, ഒന്നുമല്ല, രണ്ടുമല്ല. ഒന്ന്, സമ്പത്ത് കൊടുത്ത ആളെന്ത് വിചാരിക്കണം? ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. സമ്പത്ത് കൊടുക്കാത്ത ആളും എന്ത് വിചാരിക്കണം? അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. രണ്ടും മാറിയേക്കാം, രണ്ടിനും മാറ്റമുണ്ടായേക്കാം. എന്നാൽ മനുഷ്യന്മാർ വിചാരിക്കുന്നത് അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫജ്റിൽ നമ്മളോട് പറയുന്ന രണ്ടായത്തുണ്ട്. അത് നമ്മൾ മനസ്സിരുത്തി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് നമുക്ക് നമ്മുടെ മനസ്സിന് ഒരുപാട് കുളിർമ നൽകുന്ന ആയത്തുകളാണ്. അള്ളാഹു പറയാണ്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമ. അപ്പോൾ മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബു, അള്ളാഹു അവനെ പരീക്ഷിച്ചാൽ, ഫഅക്രമഹു, അള്ളാഹു അവനെ ആദരിച്ചാൽ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? വലിയ ഒരു അംഗീകാരം അള്ളാഹു അവന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ആദരവുകൾ അവനക്ക് നൽകുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളും അവന് കൊടുക്കുകയാണ്. അംഗീകാരങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാധീനങ്ങൾ ഉണ്ടാകും, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്പത്തുകൾ ഉണ്ടാകും. രണ്ടും വലിയൊരു കാര്യമാണ്, വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ വഴികേടിലാകാനുള്ള ഒരു കാരണവും കൂടെയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അള്ളാഹു അവനക്ക് ഭക്ഷണം വിശാലത ചെയ്തു. അവൻ്റെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത ചെയ്തു കൊടുത്തു. നല്ല ഒരു ജീവിതം അള്ളാഹു കൊടുത്തു. തഫ്സീറിൽ പറയുന്നതാണ്, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നൊരു വിഷയത, നല്ലൊരു ജീവിതം കൊടുത്തു. ഫയദുന്നു അന്ന ദാലിക ലികറാമതി ഇൻദ റബ്ബി. അവൻ വിചാരിക്കുകയാണ്, ലികറാമതിഹി ഇൻദ റബ്ബി, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ആദരവാണ്, അള്ളാഹ് എന്നെ സ്നേഹിച്ചിട്ട് തരികയാണ്, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങളെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടിട്ട് തരികയാണ്
എനിക്ക് എന്നോട് വലിയ സന്തോഷം അള്ളാഹ്ക്കുണ്ട്, പരലോകത്തും ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവൻ പറയാം, ഫയഖൂൽ, അവൻ പറയും, റബ്ബി അക്രമൻ, അല്ലാഹുവേ നീ എന്നെ ആദരിച്ചു കേട്ടോ, ഒരുപാട് ആദരവ് എനിക്ക് തന്നു. എന്നാൽ ഇത് അള്ളാഹു പരീക്ഷിക്കുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞില്ല. എന്നാലോ അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത് എന്താണ്? വഅമ്മാ ഇദാ ബബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. വഅമ്മാ ഇദാ മബ്തലാഹു, അള്ളാഹു ആ മനുഷ്യരെ പരീക്ഷിച്ചു. ഫഖദറ അലൈഹി റിസ്ഖഹു, അവൻ്റെ ഭക്ഷണത്തെ അള്ളാഹു ഒന്ന് ടൈറ്റാക്കി, അവനെ സാമ്പത്തികമായിട്ട് അവനൊന്ന് പ്രയാസപ്പെടുത്തി. അപ്പോൾ അവൻ പറയാണ്, ഫയഖൂലവൻ പറയാണ്, റബ്ബി അഹാനൻ, അല്ലാഹുവേ നീ എന്നെ നിസ്സാരപ്പെടുത്തിയല്ലോ. മറ്റവൻ പറഞ്ഞ എന്താണ്? റബ്ബി അക്രമൻ, അല്ലാഹുവേ നീ എന്നെ ആദരിച്ചല്ലോ, നീ എന്നെ ബഹുമാനിച്ചല്ലോ, നീ എന്നെ സ്നേഹിച്ചല്ലോ, നീ എനിക്ക് പരിഗണന നൽകിയല്ലോ. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞതോ, അല്ലാഹുവേ നീ എന്നെ നിന്ദിച്ചു. എന്താണ് ഈ മനുഷ്യൻക്ക് ആദരവിൻ്റെയും നിന്ദ്യതയുടെയും ഒക്കെ മാനദണ്ഡമായി മനുഷ്യൻ കണ്ടത് ദുന്യാവിലെ അനുഗ്രഹങ്ങളാണ്, ദുന്യാവിലെ സാമ്പത്തിക ശേഷിയാണ്, ദുന്യാവിലെ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല. ദുന്യാവിലുള്ളത് മുഴുവനും നശ്വരമാണ്, നൈമിഷികമാണ്, എല്ലാം ഒരു പരീക്ഷണശാലയാണ്. ദുന്യാവ് ഒരു പരീക്ഷണ സ്ഥലമാണ്. അവിടെ നിന്ന് ഇത് പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ആദരവും ബഹുമാനവും അത് പരലോകത്താണ്. എത്രയോ സൂക്ഷ്മശാലികളായ ആളുകൾ, എത്രയോ മഹാന്മാരായ ആളുകൾ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരുപാട് മഹാന്മാരായ ആളുകൾ. നമ്മുടെ കേരളത്തിൽ ജീവിച്ച ഒരു മഹാനായ പണ്ഡിതനാണ്. ഒരു കറാഹത്ത് ഇന്നുവരെ ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലാത്ത, തൻ്റെ വീട്ടുകാർ പോലും കാണാത്ത, തൻ്റെ ശിഷ്യന്മാർ പോലും കാണാത്ത അങ്ങനത്തെ ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു. ഒരുപാട് കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകി. ഒരുപാട് പണ്ഡിതന്മാർ, ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു പോലത്തെ വലിയ മഹാപണ്ഡിതന്മാരുടെ ഉസ്താദായി ഒരുപാട് കാലം ദർസ് രംഗത്ത് പ്രവർത്തിച്ച ആ മഹാനുഭാവൻ വഫാത്താകുമ്പോൾ മിസ്കീനായിട്ടാണ് വഫാത്താകുന്നത്. എന്താണ് അതിൻ്റെ കാരണം? ദുന്യാവൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിന് തഖ്വ ഉണ്ട്, ഇഖ്ലാസ് ഉണ്ട്, ഇബാദത്തുണ്ട്, ഇൽമുണ്ട്, തഹ്ഖീഖുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞൊരു മഹാനാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു മഹാനാണ്. പക്ഷേ അള്ളാഹ് എന്തേ സമ്പത്ത് കൊടുക്കാത്തത്? അവരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? അല്ല, യഥാർത്ഥത്തിൽ അവരോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവും. കാരണം അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ സമ്പത്ത് കൊടുത്തില്ല. അപ്പോൾ സമ്പത്ത് കൊടുക്കലല്ല ഒരു മനുഷ്യൻ്റെ പരലോകത്ത് അയാൾക്ക് വിജയിക്കും എന്നതിൻ്റെ തെളിവ് അതല്ല. എന്നാൽ സമ്പത്ത് ഉണ്ടായത് പ്രശ്നമില്ല, അതിൻ്റെ രൂപത്തിൽ കൈകാര്യം ചെയ്താൽ ഒരു പ്രശ്നമില്ല. എന്നാൽ ഇനി മറ്റൊന്ന് ചിന്തിക്കേണ്ടത്, അള്ളാഹു തആല ദാരിദ്ര്യം കൊടുക്കുന്നത്, സമ്പത്ത് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തോട് നിസ്സാരത തോന്നിയ ഒത്തുകൊണ്ടല്ലല്ലോ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോട് ഒരു പ്രയാസം, ഒരു ദേഷ്യം അള്ളാഹ്ക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്തുകൊണ്ട്? വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. അപ്പം സമ്പത്ത് കൊടുത്തോ? ഇല്ല. വലിയ ആഡംബര ജീവിതം കൊടുത്തോ? ഇല്ല. കാരണം പരലോകത്ത് രക്ഷപ്പെടുന്ന മഹാന്മാർക്കുള്ള അടയാളമാണത്. അള്ളാഹു അങ്ങനത്തെ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. എന്നാൽ വലിയ സമ്പത്തുള്ള ആളുകൾ, ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും
വീടും കാറും വാഹനങ്ങളും അങ്ങനെ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ ഉള്ള മനുഷ്യർ അവരിങ്ങനെ ആഹ്ലാദത്തിലാണ്. അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നല്ലോ, ഇനി പരലോകമൊക്കെ അതേമായി തന്നെ ആയിരിക്കും, ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള അങ്ങനെ ഒരു അനുമാനത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ. പ്രതീക്ഷ വേണം, ഇബാദത്ത് ചെയ്തിട്ട് പ്രതീക്ഷ വേണം, ഇബാദത്തുകൾ ധാരാളം ചെയ്തിട്ട് പ്രതീക്ഷിക്കണം. റജാൾ പ്രതീക്ഷ വേണം, അതിലൊന്നും സംശയമില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉള്ളറ, അതിൻ്റെ ഉള്ളറ എന്താണ്, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും പെടുത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി.